ഒരു സുപ്രഭാതത്തിൽ സമത്വ ഭാവന സിദ്ധാന്തവുമായി ഇറങ്ങിത്തിരിച്ച ആളല്ല കാറൽ മാർക്സ്. ഒട്ടനവധി കണ്ടും അനുഭവിച്ചും ഉള്ള ജീവിത അനുഭവങ്ങളുടെ പിന്തുണ അതിനുണ്ട്. പഠനകാലത്ത് സമ്പന്നരുടെ മക്കൾ വീണ്ടും സമ്പന്നതയിലേക്ക് തന്നെ നയിക്കപ്പെടുന്നതും വിദ്യാഭ്യാസത്തിനും തൊഴിൽ മേഖലകൾക്കും എല്ലാം അവർ തന്നെ അർഹരായി മുമ്പോട്ട് പോകുന്നതും ദരിദ്രർ അങ്ങനെ ജനിച്ചുപോയി എന്ന ഒറ്റ കാരണത്താൽ അങ്ങനെ തന്നെ ആജീവനാന്തം തുടരുവാൻ വിധിക്കപ്പെടുന്നതും ആയ സാമൂഹിക സാഹചര്യം കണ്ട് മാർക്സ് എത്രത്തോളം നൊമ്പരപ്പെട്ടിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ സുഭിക്ഷമായ സമ്പന്നതയിൽ ജനിച്ച അദ്ദേഹം ദാരിദ്ര്യത്തെ വാരിപ്പുണർന്ന് അധ്വാനിക്കുന്നവന്റെ ദരിദ്രന്റെ ഉന്നതികളെക്കുറിച്ച് സ്വപ്നങ്ങൾ നെയ്ത് അവസാനിച്ച ആ ജീവത്യാഗം നാം അറിയണം. അധ്വാനിക്കുന്നവർ എത്ര കണ്ട് അധ്വാനിച്ചാലും എത്ര കണ്ട് കഠിനാധ്വാനം ചെയ്താലും സാമ്പത്തികമായും സാമൂഹികമായും ഒരു പരിഗണനകളും ലഭിക്കാതെ ചത്തൊടുങ്ങുന്നതും പ്രഭുത്വങ്ങൾ അധ്വാന ലേശമെന്നേ സുഭിക്ഷതകളിൽ തലമുറകളോളം തുടരുന്നതും കണ്ട് ആ താടിക്കാരൻ നന്നേ ചെറുപ്പത്തിലെ തന്നെ സാമൂഹ്യ ഭിന്നതകളിൽ അതിനൊമ്പരം അനുഭവിച്ചതായിരുന്നു. ഈ വൈരുദ്ധ്യങ്ങളുടെ അന്ത്യത്തിനായി ഒരു വലിയ വിപ്ലവം തന്നെ അനിവാര്യമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന പ്രായത്തിൽ ഹെഗൽസും തന്റെ ആശയ സമരങ്ങളുമായി മാർക്സിനെ പിന്തുണയായി ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ റൈനീഷെ സേതും എന്ന പത്രത്തിൽ അതിസ്ഫുരണങ്ങൾ പാറിപ്പറത്തിയ ലേഖനങ്ങൾ മാർക്സ് നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ അധികാരവർഗം മാർക്സിന്റെ പത്രത്തിലെ സേവനം ഇല്ലാതാക്കി എന്ന് മാത്രമല്ല, ഇത്തരം തൊഴിലാളി പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്ന പത്രങ്ങളെ രാജ്യമെമ്പാടും നിരോധിക്കുകയുണ്ടായി. കുത്തക മുതലാളിമാരുടെയും അധികാരവർഗത്തിന്റെയും കണ്ണിലെ കരടായി മാറിയ മാർക്സ് ജർമ്മനിയിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പിന്നീട് ഫ്രാൻസിലും ഇംഗ്ലണ്ടിലുമായി കഴിഞ്ഞുകൂടേണ്ടി വന്ന സാഹചര്യങ്ങളിൽ അവിടെയും വ്യവസായശാലകളിൽ സമ്പന്നർക്ക് വേണ്ടി വിടുവേല ചെയ്യുവാൻ വിധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യജന്മങ്ങൾ 18 മണിക്കൂറിൽ ഏറെ നിർബന്ധിത കഠിനവേലകൾക്ക് വിധേയമാകുന്നത് കണ്ട് മുതലാളിത്ത വിരോധം ഒരു ഭൂതമായി മാർക്സിനെ ബാധിച്ചു. ഇംഗ്ലണ്ടിലെ ഒരു തുണിമില്ലുടമയുടെ മകനായിരുന്നു ഏംഗൽസ്. മാർക്സിനെ പോലെ തന്നെ അധ്വാനവർഗത്തിന്റെ ദുരിതങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഏംഗൽസും തന്റെ തത്വചിന്തയെ ആയുധമാക്കി പോരാടാനായിട്ട് ഇറങ്ങുന്നത്.